ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, അതൊന്നും നമ്മളിൽ ഉണ്ടാവരുത്. ഇനി ചിലരെ ഗീബത്ത് പറഞ്ഞാൽ കുറച്ചും കൂടി കട്ടയായിരിക്കും. ഉദാഹരണത്തിന് ആലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞാൽ സാധാരണക്കാരനെ ഗീബത്ത് പറയുന്നവനെ പോലെയല്ല. ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ കാണാം, 8 തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, 8-ൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാളുടെ മരണം ഈമാനില്ലാത്ത മരണമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര കാലവും അള്ളാഹുവിൻ്റെ അടുത്ത് നിസ്കരിച്ച് നോമ്പോറ്റ് മൗലിദൊക്കെ ചൊല്ലി റാത്തീബൊക്കെ ചൊല്ലിയിട്ട് ജീവിച്ചിട്ട് ലാസ്റ്റ് മരിക്കുമ്പോൾ കാഫിറായി മരിച്ചു പോയാൽ എങ്ങനെ ഉണ്ടാവും? സ്ഥിരമായിട്ട് ഹജ്ജ് ക്ലാസ് എടുത്ത മനുഷ്യന് ഈമാനില്ലാണ്ട് മരിച്ചു പോയത് കിതാബിലുണ്ട്. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച ആള് ഈമാനില്ലാതെ മരിച്ചു പോയത് കിതാബിലുണ്ട്. എന്താ കാരണം? 8-ൽ ഏതെങ്കിലും ഒരു തെറ്റ്, ഇനി പറയാൻ പോകുന്ന 8-ൽ ഏതെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ, നമ്മളുടെ ആഖിബത്ത് മോശമാവാൻ കാരണമാവും. 1, അഖിലുർ റിബ, പലിശ ഇടപാട്. പലിശ തിന്നുന്ന ഒരു സിസ്റ്റം ഒരാളിൽ ഉണ്ടെങ്കിൽ, അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് പലിശ ഇടപാടുകാർ. ഒരാളെ കുറിച്ച് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഈമാനില്ലാണ്ട് മരിക്കുന്ന. അൽ ഫതാവൽ ഹദീസിയിൽ കാണാം, ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ ഈമാനില്ലാതെ മരിക്കുന്ന. അങ്ങനത്തെ ഒരു തെറ്റാണ് പലിശ. ഹദീസിലുണ്ടല്ലോ, പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം 33 തവണ വ്യഭിചാരത്തിനേക്കാൾ കടുപ്പാണ്. ലോണും ഇൻഷുറൻസുകളും ഹറാമുകളായ ബിസിനസ്സുകളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് നമുക്ക് നല്ല സാമ്പത്തിക ശുദ്ധി ഉണ്ടാവണം. ഫർണിച്ചർ ഷോപ്പുകാരും ജ്വല്ലറിക്കാരൊക്കെ പല വിധത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ട് ഓഫറുകൾ തരുമ്പോൾ അത് ഹലാലാണോ, നേരത്തെ പണമടച്ചിട്ട് അന്നത്തെ വിലക്ക് ഇന്നത് തരാം എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഫിഖ് അറിയുന്ന ഒരു ആലിമിനോട് ചോദിക്കാതെ ഒരിടപാടും നമ്മൾ നടത്തരുത്. ഏറെക്കുറെ ഹറാമായ ബിസിനസ്സുകളാണ് ഇതിലൊക്കെ കൂടുതൽ കണ്ടുവരുന്നത്. ലീസ് വർദ്ധിച്ച കാലം. ഒരാൾ 1 മാസത്തേക്ക് ഗൾഫിൽ നിന്ന് വന്നു, അയാൾക്ക് വണ്ടിയില്ല, സുഹൃത്തിന് 1 ലക്ഷം കൊടുത്തു, ഇന്നോവ ക്രിസ്റ്റ വാങ്ങി, തിരിച്ച് 1 ലക്ഷം ഇങ്ങോട്ടേക്ക് വാങ്ങി, അയാളുടെ ഇന്നോവ തിരിച്ചു കൊടുത്തു. ഹറാമാണ് മോനെ അതൊക്കെ. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന എല്ലാ ഏർപ്പാടും, അത് വീടായാലും വണ്ടിയായാലും പണമായാലും ഒക്കെ തെറ്റാണ്. കൊല്ലു കർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ എന്നല്ലേ. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന പരിപാടി പലിശയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു, ഡേറ്റായി, കിട്ടേണ്ട ഡേറ്റായി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കാൻ വേണ്ടി അയാളുടെ വീട്ടുമുറ്റത്തെത്തി. അയാൾ അടുത്തെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെന്താ വെയിലത്ത് നിൽക്കണത്, കയറി തണൽ കൊള്ളും. മഹാൻ പറഞ്ഞു വേണ്ട. എന്തേന്ന് വെച്ചു? ഞാൻ നിങ്ങൾക്ക് കടം തന്നില്ലേ? അതെ. ആ സംഖ്യ ഉദാഹരണത്തിന് 10,000 ആണെങ്കിൽ തിരിച്ചു തരുമല്ലോ. അതെ. ആ 10,000-ന്റെ കൂടെ നിങ്ങളുടെ വീടിന്റെ സൺഷെയ്ഡിന്റെ തണൽ കൂടി കൊണ്ടാൽ അത് പലിശയാവുമെന്ന് പേടിച്ചിട്ടാണ്. 10,000 പ്ലസ് തണൽ എന്നാവുമ്പോൾ ഒരു പ്ലസ് വരുമല്ലോ, അത് വേണ്ട. ഇങ്ങനെ സൂക്ഷ്മത പാലിച്ച ഇമാമിങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ. എന്തെല്ലാം തെറ്റായ ബിസിനസ്സുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പെടരുത്. ഒരു ന്യായീകരണവും ഇല്ല അതിനൊന്നും. ഇൻഷുറൻസ് പാടില്ല എന്ന് പറഞ്ഞാല് സാധേ വണ്ടിക്ക് എന്തൊക്കെ പറ്റിയാലും പറ്റൂല എന്ന് വിചാരിക്കണോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ? ചൊല്ലലുണ്ട്. അപ്പൊ എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലേ? ഉണ്ട്. അപ്പൊ എന്തിനാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലുന്നത്? അപകടത്തിൽ പെടാതിരിക്കാൻ. പിന്നെ എന്തിനാ നീ ഇൻഷുറൻസ് എടുക്കുന്നത്? അല്ല, എന്നാലും അപകടത്തിൽ പെട്ടാലോ? പിന്നെന്ത് ഈമാനുള്ളത്? പലിശ ഇടപാടുണ്ടോ? 27-ാം രാവല്ല, ലൈലത്തുൽ ഖദറിന്റെ മറ്റു രാവുകളല്ല, ബറാത്തല്ല, ഏത് രാത്രി വന്നാലും പലിശക്കാരൻ തന്നെ. ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഉപ്പാന്റെ ഖബർ സിയാറത്തിന് വേണ്ടി റമദാൻ 27-ാം രാവിന് പോയി. യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് അപ്പുറത്തുള്ള ഖബറിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ടും. ഏതാണ് ആ ഖബർ എന്ന് നോട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും അതേപോലത്തെ സൗണ്ട് ഉണ്ടായി. തല നിരച്ച ആൾക്കാരോട് ചോദിച്ചു, അത് ആരുടെ ഖബറാണെന്ന്. ഒരു ചെറുപ്പക്കാരന്റെ ഖബറാണ്. എന്താ അയാളെ പ്രശ്നം എന്ന് ചോദിച്ചു. നല്ല ബിസിനസ്സുകാരനാ. ഉപരി
കുറച്ച് കഴിഞ്ഞ് ലാഭമൊക്കെ ഉഷാറായപ്പോൾ പലിശക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മരിച്ച ആളാണ്. കണ്ടോ, പലിശക്കാരന് 26 രാവിൽ പോലും അഫുവില്ല. പലിശ ഇടപാടുണ്ടെങ്കിൽ ഷുവർ എഴുതി വെച്ചോളി, അയാൾ മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെടും.